കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ പ്രതി ഷെജീലിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്താണ്? റിജിത്ത്, പ്രതിയായ ഷെജീൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. പ്രതി നിലവിൽ വിദേശത്താണുള്ളത്. പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാമെന്നാണ് കോടതി നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കേസ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പൂർത്തിയായിരുന്നു. തുടർന്ന് വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പ്രോസിക്യൂഷൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതിലൊന്ന്, അപകടം ഉണ്ടാക്കിയിട്ടും വാഹനം നിർത്താതെ മുന്നോട്ട് പോയി, അപകട വിവരം മറച്ചു വെച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടി, അതുമാത്രമല്ല അപകടശേഷം പ്രതി വിദേശത്തേക്ക് കടന്നു തുടങ്ങി 3 കാര്യങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഈ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പ്രതി ഷെജീലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 17-നായിരുന്നു ചോറോട് വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് ഈ കുട്ടിയും കുട്ടിയുടെ മാതാവും വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഈ വാഹനം ഇടിക്കുകയും തുടർന്ന് ഈ കുട്ടിയുടെ അമ്മൂമ്മ മരിക്കുകയും 9 വയസ്സുള്ള ഈ കുട്ടി കോമാവസ്ഥയിലാവുകയും ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോയത്. എന്താണെങ്കിലും പ്രതി ഷെജീലിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് കോടതിയിൽ നിന്നും. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. വളരെ വിശദമായ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഈ കേസിൻ്റെ ചുരുളഴിക്കാൻ പോലീസിന് കഴിഞ്ഞത്. ഇപ്പോൾ അതിൽ പ്രതി ഷെജീലിന് മുൻകൂർ ജാമ്യമില്ല എന്നുള്ള വിവരം പുറത്തുവരുന്നു.